എല്ലാവർക്കും നമസ്കാരം. പെർഫെക്റ്റായിട്ട് ഫഡ്ജി ബ്രൗണീസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് കണ്ടക്ട് ചെയ്ത ഒരു ഫുഡ് ഫെസ്റ്റിൽ കൊടുക്കാനായിട്ട് ഞാനൊരു 12 ട്രേ ബേക്ക് ചെയ്തായിരുന്നു, ബ്രൗണീസ് ബേക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണിത്. നമുക്കിത് നട്ട്സ് ഇട്ടും നട്ട്സ് ഇടാതെയും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനപ്പോൾ കുറച്ചെണ്ണം നട്ട്സ് ഇട്ടും കുറച്ചെണ്ണം നട്ട്സ് ഇടാതെയുമാണ് ബേക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ല മുകൾ ഭാഗം നല്ല ഫ്ലേക്കി ആയിട്ടും ഉൾവശം നല്ല ഫഡ്ജി ആയിട്ടുമുള്ള സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഫഡ്ജി ബ്രൗണീസാണ്. അപ്പോൾ പെർഫെക്റ്റായിട്ട് ബ്രൗണീസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറക്കാതെ ആ കുഞ്ഞ് ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ സെമി സ്വീറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അത് സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തൊരു വലിയ ഗ്ലാസ് ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ വെള്ളം വെച്ച് ചൂടാകുമ്പോഴത്തേക്ക്, വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ആ ഗ്ലാസ് ബൗൾ നമുക്കതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. ഗ്ലാസ് ബൗളിൻ്റെ അടിഭാഗം ചൂടുവെള്ളത്തിൽ മുട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേക്ക് 115 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഒന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ബ്രൗണീസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഫഡ്ജി ബ്രൗണീസാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കേക്കി ബ്രൗണീസായിട്ടും ചൂയി ബ്രൗണീസായിട്ടും ഒക്കെ നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് അത് ഫഡ്ജി ആയിട്ടും കേക്കി ആയിട്ടും ചൂയി ആയിട്ടും ഒക്കെ വരുന്നത്. അപ്പം ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് ലൈറ്റ് ബ്രൗൺ ഷുഗറും 1/2 കപ്പ് വൈറ്റ് ഷുഗറും നോർമൽ ഷുഗറും കൂടെ ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. നമുക്ക് വിസ്ക് വെച്ച് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം ഈസി ആയിട്ട്. ബീറ്ററൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ടോട്ടൽ 3 മുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് രണ്ടാമത്തെ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. അപ്പോൾ പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിയുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ മുട്ടയും അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി, 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, 1 ടീസ്പൂൺ വാനില എസൻസ്, ഇത്രയൊന്ന് ചേർത്ത് കൊടുക്കാം. കോഫി പൗഡർ ചേർക്കുമ്പോഴത്തേക്ക് ഈ ബ്രൗണീസിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ അത് എൻഹാൻസ് ചെയ്യുക. അതുകൊണ്ടാണ് കോഫി പൗഡർ ചേർക്കുന്നത്. 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഷുഗർ എല്ലാം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നന്നായിട്ട് തണുത്ത നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഈ സമയം ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ പകുതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. ഒരു 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും. അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് മിക്സിലേക്ക് ചേർത്ത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികൾ നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചും ഓവനിൽ വെച്ചും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 170 ഡിഗ്രിയിൽ 30 മിനിറ്റ് കൊണ്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് ഇത് ബേക്ക്ഡ് ആയിട്ട് കിട്ടും. ഇനി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ബേക്ക് ചെയ്യുവാണെങ്കിൽ വലിയ ഒരു ചെരുവം അടച്ചു വെച്ച് ചൂടാകാനായിട്ട് വെക്കണം. അതിനകത്ത് നമ്മളൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ബേക്കിംഗ് ട്രേ വെച്ച്
ബേക്ക് ചെയ്തെടുക്കാം. അപ്പം 7 ഇഞ്ച് സ്ക്വയർ ട്രെയിലാണ് ബേക്ക് ചെയ്യുന്നത്. ബട്ടർ പേപ്പർ ഇട്ട് ലൈൻ ചെയ്ത ട്രെയിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ചോക്ലേറ്റ് ചിപ്സോ നട്ട്സോ ഒക്കെ വേണമെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്തെടുത്താൽ ഉടനെ നമുക്ക് ഇത് ട്രേയിൽ നിന്ന് മാറ്റാം. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും മാറ്റി കൊടുക്കാം. ഞാനിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ടാണ് 9 പീസസ് ആയിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ കേക്ക് മാത്രം ഞാനങ്ങനെ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്തിട്ടാണ് കട്ട് ചെയ്തത്. ബാക്കിയുള്ള ട്രേ എല്ലാം സൈഡ് ലെവൽ ചെയ്യേണ്ട ആവശ്യം വന്നില്ല, അല്ലാതെ തന്നെ കട്ട് ചെയ്തു. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോക്ലേറ്റ് ബ്രൗണി തയ്യാറാക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം.